നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷത്തിന് മുന്നോടിയായി അതിശക്തമായ മഴ എത്തുന്നു. ഇന്ന് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നിവ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ 4 ജില്ലകളിലും പിന്നാലെ മറ്റ് ചില ജില്ലകൾക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും, ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക, ഗോവ തീരത്ത് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായും തുടർന്ന് വടക്കോട്ട് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 21, 23, 24 അതായത് ഇന്നലെ, നാളെ, മറ്റന്നാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴയുണ്ട് എന്നുള്ള ജാഗ്രതാ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 21-ാം തീയതി മുതൽ, ഇന്നലെ മുതൽ 25-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മഴ സാധ്യത പ്രവചനം നോക്കുകയാണെങ്കിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി 8ഓളം ജില്ലകളിലാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മറ്റന്നാൾ അതായത് 24-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും 25-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അലേർട്ടുകൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തന്നെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒന്നും മഴ ഉണ്ടാകില്ല എന്ന് പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുടെ ഒരു സ്വഭാവം തന്നെയാണ്. അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഏത് നിമിഷവും മഴ പെയ്തേക്കാം. ചെറിയ ചാറ്റൽ മഴയൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നാളെയും മറ്റന്നായും അതായത് 23, 25 വരെ തീയതികൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കള്ളക്കടൽ ജാഗ്രത നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് 23-ാം തീയതി രാത്രി 8:30 വരെ 0.5 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് 23-ന് രാത്രി 8:30 വരെ 1.0 മുതൽ 1.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക.